അനുമോൾ അവിടെ പിടിച്ചു നിൽക്കുന്ന കാരണം PR വർക്കല്ല. കാരണം ഇതാണ്. കൂടുതലൊന്ന് ചാനലൊന്ന് ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് സീരിയലിലൂടെ മലയാളികൾക്ക് അറിയുന്നൊരു ആളാണ് അനുമോൾ. അനുമോൾക്ക് സ്വന്തമായി ആരെയും പരിചയപ്പെടുത്തണം. അനുമോളെ എല്ലാവർക്കും അറിയാം. കൊച്ചു പിള്ളേർക്ക് ഒരു അനുകുട്ടീനെ അറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ അതിനകത്ത് എല്ലാവരും പറയുന്നത് പുറത്തും അനുമോൾക്ക് PR ആണ്, 16 ലക്ഷം രൂപയുടെ PR ആണ് എന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല, ബിഗ് ബോസിൽ പറഞ്ഞിട്ടില്ല, ബിഗ് ബോസിൽ ഷോയ്ക്കകത്ത് അനു പറയുന്നതായിട്ട് പോയില്ല. ഇത് ബിന്നി എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ബിന്നിക്ക് അത് ഉറപ്പില്ല. ബിന്നി പല ഇപ്പോൾ ഇറങ്ങിയ ഇൻ്റർവ്യൂ പറയുന്നുണ്ട് എനിക്കത് വ്യക്തതയില്ല. അതാണ് എല്ലാവരും കൂടെ അകത്തും പുറത്തും അല്ല അനുമോളുടെ PR കൊണ്ട് മാത്രമാണ് അനുമോൾ നടന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അക്ബർക്ക് PR ഇല്ലേ? ആര്യന് PR ഇല്ലേ? നമ്മുടെ അപ്പാനി ശരത്തിന് PR. എന്നിട്ട് ഇവരെല്ലാം ആര്യനും അപ്പാനി ശരത്തൊക്കെ ഔട്ടായില്ലേ? നിങ്ങളൊരു കാര്യം ഞാൻ മനസ്സിലാക്കാം. നമ്മൾ സീസൺ 2 തന്നെ തുടങ്ങാം. സീസൺ 2 രജിത് സാറിന് PR ഉണ്ടായിരുന്നു? ഒരു PR ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് അവിടെ മറ്റു മത്സരാർത്ഥികൾ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുക, അറ്റാക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് രജിത് സാറിന് വോട്ട് ചെയ്തു. അങ്ങനെയാണ് രജിത് സാർ അവിടെ നിന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോബിനുള്ള ഇമ്പാക്റ്റ് ആക്കിയത് ഒരു മനുഷ്യനും അതുപോലെ ആക്കിയിട്ടില്ല. അത് അഖിൽമാരാർ വരെ സംഭവിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ ചരിത്രത്തിൽ ഇത്ര ഇമ്പാക്റ്റ് ഉള്ള ഒരു വ്യക്തി റോബിനല്ല, വേറെ ആരുമില്ല. ഡോക്ടർ റോബിൻ ഇപ്പോൾ എവിടെ പോയാലും മറ്റുള്ള മത്സരാർത്ഥികൾ പോയാലും റോബിൻ്റെ പുറകെ ആളുകളുണ്ട്. അത് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ്. അതന്നെ അദ്ദേഹം PR വർക്ക് കൊടുത്തിട്ടാണോ? അല്ല, അത് അദ്ദേഹത്തിന് എല്ലാവരും കൂടെ കൂട്ടം കൂട്ടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നി, അദ്ദേഹത്തിനെ സ്നേഹിച്ചു. അഖിൽമാരാർ എന്ന് പറയുമ്പം അഖിൽമാരാർ കുറേയൊക്കെ പിടിച്ചു നിന്ന് അഖിൽമാറിനെ സംസാരിക്കാൻ അറിയാം. പിന്നെ ജിൻഡോ വന്നെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് PR വർക്ക് കൊണ്ട് മാത്രമേ ജിൻഡോ രക്ഷപ്പെടും. പക്ഷെ അനുമോൾക്ക് അങ്ങനെയാണല്ലോ. അനുമോൾ ഇപ്പം ഞാൻ പറയട്ടോ, അവിടെ നിൽക്കുന്ന വേറൊരു മത്സരാർത്ഥിയാണ് അനീഷ്. കോമണറായി വന്നിട്ട് ഇപ്പോഴും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അനീഷിനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അനീഷിനെ വന്ന സമയത്ത് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അനീഷിന് അവിടെ ഒരു സ്പേസ് ഉണ്ടായി. അനീഷിനെ ജനങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്തു. അത് തന്നെയാണ് അനുമോൾക്ക് ഓൾറെഡി ഫാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവർ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കുറ്റങ്ങളെല്ലാം അനുമോളുടെ തലയിലേക്ക് കൊടുക്കുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുകയല്ല. ജനങ്ങൾ അവിടെ റിയാക്ട് ചെയ്യും. അവർ അനുമോളെ വോട്ട് ചെയ്യും. ഇപ്പം അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അനീഷാണ്, അത് കഴിഞ്ഞാൽ ഷാനവാസാണ്. ഇപ്പോൾ ഷാനവാസിനെ എല്ലാവരും കൂടെ കഴിഞ്ഞോടെ ആക്രമിച്ചപ്പോൾ എല്ലാവരും ഷാനവാസിന് വോട്ട് ചെയ്തു. ഇത് ഒരു ജനങ്ങളിത് കാണുന്ന ഷോയാണ്. ജനങ്ങൾ വിലയിരുത്തും. അല്ല അവരവിടെ കിടക്കുന്ന പട്ടി ഷോ ഒന്നും അല്ല ജനങ്ങൾ തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതാണ്. അല്ലാതെ അനുമോടെ 16 ലക്ഷം PR വർക്കൊന്നും അല്ല. നമുക്ക് ഒരാളോട് ഇപ്പം എല്ലാവരും കൂടെ ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് മനുഷ്യനോടൊരു ഇത് തോന്നും. ആ ഒരു ഇതാണ് അനുമോളോടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫാൻസ് ആയതും അനുമോളവിടെ നിൽക്കുന്നത്. പിന്നെ അനുമോളെ നേരത്തെ തൊട്ടുള്ള ആൾക്കാർക്ക് അറിയാം. സ്റ്റാർ മാജിക്കിലും സീരിയലിലൂടെയൊക്കെ അനുമോളെ അറിയാം. അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അനുമോൾക്ക് ഫാൻസ് കൂടിയതിന് കാരണം ഇത് തന്നെയാണ്. PR വർക്ക് കൊണ്ട് മാത്രമല്ല അനുമോൾ അവിടെ നിന്ന്. ഇതാണ് സത്യാവസ്ഥ. പിന്നെ കൊച്ചിലൂടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.